ഇത്തവണ ഇലക്ഷന് UDF-ന് 102 സീറ്റ് കിട്ടി, LDF-ന് 35 സീറ്റ് കിട്ടി. അതിനുശേഷം പലരും പറഞ്ഞു ഇനി ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ LDF-ന് 100 സീറ്റിന്റെ അടുത്ത് കിട്ടും. പക്ഷെ ഞാൻ പറയട്ടെ, ഇനി ഒരു ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ LDF-ന് ഇപ്പൊ കിട്ടിയ 35 സീറ്റും കൂടി പോകും. എന്താ കാര്യം എന്നറിയോ? പ്രസ് മീറ്റിൽ വലിയ പൂക്കിത്തരം പറയുകയും നിയമനങ്ങളിൽ എംബോക്കിത്തരം കാണിക്കുകയും ചെയ്യുന്ന ഒരാളായി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതുപോലുള്ള ആൾക്കാരില്ലേ LDF-ൽ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഒരിക്കലും ഇനി LDF-ന് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. മര്യാദ എന്നുള്ളത് ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത രീതിയിലാണ് ഇവരുടെയൊക്കെ സംസാരം. പിള്ളേരൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, അവർക്കൊക്കെ ഒരു ആവേശം ഉണ്ടാവും ഇങ്ങനെ കേൾക്കുമ്പോൾ. പക്ഷെ ഈ മര്യാദ ഇല്ലാതെ ആൾക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ടാലുണ്ടല്ലോ, നിങ്ങളോടൊക്കെ പുച്ഛം മാത്രമല്ല കാർക്കിച്ച് തുപ്പാൻ തോന്നും. അത്രയും മോശമാണ് ഈ പറയുന്നത്. ഓരോ നിയമങ്ങളുടെയും കാര്യങ്ങൾ പരിശോധിച്ചാൽ അങ്ങേയറ്റം അപകടകരമായ ഒരു കളിയാണ് RSS ഡീലിന്റെ ഭാഗമായി സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു തവണ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഇനി മുഖ്യമന്ത്രി എന്ന് വെറുതെ വിളിക്കാൻ പാടില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ആ സ്ഥാനത്താണ് അവരുടെ പാർട്ടിയിലുള്ള ഒരാള് കേരളത്തിലെ മുഖ്യമന്ത്രിനെ മുഖ്യമന്ത്രി എന്ന് പോലും വിളിക്കാതെ സതീശൻ, ഒന്നുമില്ലെങ്കിലും തന്നെക്കാളും കുറച്ച് പ്രായ വ്യത്യാസമെങ്കിലും ഇല്ലടോ, ശ്രീ എങ്കിലും ചേർത്ത് വിളിക്കുക, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചേർത്ത് വിളിക്കുക, അല്ലെങ്കിൽ സതീശൻ സാർ എന്ന് നമുക്ക് വിളിക്കാം, മുഖ്യമന്ത്രിയല്ലേ, അതുകൊണ്ടൊന്നും ഒരു ദോഷവും ഇല്ല. ആ മര്യാദ കാണിക്കാത്തോടത്തോളം കാലം നിങ്ങളൊക്കെ ഇനി താഴേക്ക് മാത്രമേ പോവുള്ളൂ. അപകടകരമായ എന്തോ സംഭവിച്ചു എന്നൊക്കെയാണ് പറയണത്. കുറെ അച്ചടി ഭാഷ ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമുണ്ടാവും. പറയുന്ന കാര്യങ്ങൾക്ക് മാന്യത വേണ്ടേ? ഇവിടെ ഇപ്പോ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയായി B. അശോകിനെയാണ് നിയമിച്ചത്. അശോക് നേരത്തെ തന്നെ UDF-ന്റെ ഭരണകാലത്ത് നടപടിക്ക് വിധേയമാക്കപ്പെട്ട ഒരാളാണ്. ഈ കഴിഞ്ഞ ഭരണകാലത്തും നടപടിക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ അശോകിനെ തന്നെ എന്ത് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയായി നിയമിച്ചത് എന്ന് റോജി M. ജോണും VD സതീശനും വിശദീകരിക്കണം എന്നാണ് DYFI ആവശ്യപ്പെടുന്നത്. അതെ, DYFI ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാനൊന്നും പറയണില്ല. ഉദാഹരണത്തിന് ഇവിടെ ഭക്ഷണ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രാജ്യത്തുടനീളം RSSനെതിരായി വലിയ പ്രക്ഷോഭം നടക്കുകയുണ്ടായി. അപ്പോൾ B.Fest ഉൾപ്പെടെയുള്ള സർഗാത്മകമായ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. സർഗാത്മകമായ സമരം എന്താണ് ഉദ്ദേശിക്കുന്നത്? സർഗാത്മകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? എന്തൊക്കെയോ വാക്കുകൾ എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാവണ്ടേ അത്? ഇങ്ങനെ നിർത്തി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതിനൊക്കെ എന്താ പറയാല്ലേ? അല്ല, LDF-ന്റെ ഭരണകാലത്ത് ഓരോ വകുപ്പുകളിലും ഇരുന്നിരുന്ന ആൾക്കാർ മുഴുവൻ LDF-ന്റെ ആൾക്കാരാണ്. അങ്ങനെയാണോ? പല സ്ഥാപനങ്ങളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല പാർട്ടികളിലും വിശ്വസിക്കുന്നവരും പല പാർട്ടികളിലും പ്രവർത്തിക്കുന്നവരും ആയിരിക്കുമല്ലേ? എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കണത്? ഓരോ നിസ്സാര കാര്യങ്ങൾക്കും നിങ്ങൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇനിയുള്ള ഓരോ ചുവടുവയ്പ്പിലും UDF സർക്കാർ മന്ത്രിമാരായാലും അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഒരു കുറ്റവും പറയാൻ പാടില്ലാത്ത രീതിയിലായിരിക്കും തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുക. അപ്പൊ അവർക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശമെങ്കിലും നിങ്ങൾ കൊടുക്കണ്ടേ? എന്നാലല്ലേ നമുക്കത് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനം പുതിയതെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അവർ കൈകാര്യം ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറയാനൊരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറച്ച് സമയം കൊടുക്കൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്ന രീതിയിൽ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഡീൽ ആരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ആ ധാരണ ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഇവർ തമ്മിൽ ഡീലാണോ അല്ലേ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊട്ട് നമുക്കിപ്പോൾ കൺവിൻസ്ഡും അല്ല. ഇവർ ഭരിച്ചൊന്ന് തുടങ്ങട്ടെ, അപ്പം ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് നിങ്ങൾ പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ ഇവരൊന്ന് തുടങ്ങട്ടെ ശരിക്കും. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവും ഡീലുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള മനസ്സിലാവും. ജനങ്ങൾക്ക് ഉപദ്രവകരമായ കാര്യങ്ങളിലേക്കാണ് ഈ UDF സർക്കാർ കിടക്കുന്നതെങ്കിൽ നിങ്ങളെ പുറത്തിരുത്തിയതുപോലെ UDF സർക്കാരിനെയും പുറത്തിരുത്തും. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്നറിയോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കണം. ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അനാവശ്യ വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. സ്കൂളിലെ പിള്ളേരോ കോളേജിലെ പിള്ളേരോ ഒന്നും അല്ല ഇത് കേൾക്കണത്. ഇത് ഒരുപാട് നാട്ടുകാർ, ഒരുപാട് ജനങ്ങൾ കേൾക്കുകയാണ്.
അത് നിങ്ങളെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. നിങ്ങൾ മോശമായിട്ട് മാറുകയാണ്. ഞാൻ ഈ പ്രത്യേക വ്യക്തിനെയല്ല പറയണത്, ഏതാളായാലും നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യമായിട്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഒരിക്കലും നിങ്ങളെ ജനങ്ങളെ അടുപ്പിക്കില്ല.